ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഞങ്ങൾ ഫാമിലിയായിട്ടെല്ലാം കൂടെ വല്യമ്മയുടെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതാണ്ട് 3-3:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ആട്ടോ പോകുന്നത്. ഇതാണ് കേട്ടോ ലൂണ. പൊതുവേ ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനും എടുക്കാനൊക്കെ ഉണ്ട്. ഇതുപോലെ പൂക്കളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മുറ്റം മുഴുവൻ നടന്ന് കാണാൻ മാത്രമുണ്ട് ഇവിടെ. നല്ലൊരു പോസിറ്റിവിറ്റി ആട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഓണമൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പൂക്കൾ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ കാണിക്കുന്ന അവിടെ തന്നെ ഉണ്ടായ ഓറഞ്ചാണ്. വീടിന് ചുറ്റിനും നടന്ന് മൊത്തവും ഞങ്ങൾ കാണുമായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം വരുന്നതുകൊണ്ട് തന്നെ കുറേ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ഞാനും അച്ഛനും അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പുറത്ത് തന്നെ ഇരിക്കുമായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് വേറൊന്നുമല്ല, അവിടുന്ന് പറിച്ചെടുത്ത് ഒരു തരം ചെറിയ കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നു. എല്ലാം കഴിഞ്ഞെന്ന് വെച്ച് അകത്ത് കയറാൻ നോക്കിയപ്പോഴാട്ടോ ആ സൈഡിൽ മീനേയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കുറേ തരത്തിലുള്ള മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അകത്തും പുറത്തായിട്ട്. ഒത്തിരി അക്വേറിയം ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിൽ വന്ന ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടാറ്. അങ്ങനെ ദാണ്ടെ കുഞ്ഞമ്മ വന്നു. കുഞ്ഞമ്മയുടെ എൻട്രി പിടിക്കാനായിട്ട് ഞാൻ കുറേ നേരമായിട്ട് വീണ്ടും വാതിൽക്കൽ തന്നെ നിൽക്കായിരുന്നു. ഫൈനലി ആളെത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ ദാണ്ടെ അടുത്തത്. അങ്ങനെ ഏതോ ഒരു മീനെയും കണ്ട് അതിനെയും വീഡിയോ എടുത്തു. അങ്ങനെ രാത്രിക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ചായ കുടിയിലേക്ക് അങ്ങ് കടന്നു. പിന്നെ ഇത് മേടിച്ചിട്ട് വന്ന മീനാട്ടോ. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് ചക്കവറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഇതുപോലെ ഫോണും കൊണ്ട് എല്ലായിടത്തും വീഡിയോ പിടിച്ച് നടക്കായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ട് പൊറുതിമുട്ടി ഗൈസ്. അങ്ങനെ നൈറ്റായപ്പോൾ പ്ലാൻ ചെയ്ത് എല്ലാവർക്കും പുറത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ പുറത്ത് പായൊക്കെ വിരിച്ച് ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ കാണുന്നതിൻ്റെ നാത്തൂനാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടെ പുറത്തിരുന്ന് സന്തോഷത്തോടുകൂടി ഫുഡൊക്കെ കഴിച്ചിട്ടോ. കുറച്ചധികം നാൾക്ക് ശേഷം ആട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് വീണ്ടും എല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാട്ടോ കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെ തന്നെ എണീക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ പോകണമായിരുന്നു. കാരണം ഉണ്ണിക്ക് എക്സാം ഉണ്ടായിരുന്നു. സോ നമ്മൾ രാവിലെ എണീറ്റ് ഒരു 6-6:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശരി, ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.